നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ അങ്ങനെ സിറിയയെ വെറുതെ വിടാൻ തൽക്കാലം തയ്യാറല്ല. സിറിയയ്ക്ക് അതിന്റെ മൂർധന്യത്തിൽ തന്നെ കൃത്യമായ അളവിൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്. സിറിയയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട ഇസ്രായേൽ ദമാസ്കസിൽ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് അടുത്തും സൈനിക ആസ്ഥാനത്തും പ്രതിരോധ മന്ത്രാലയത്തിലും IDF വ്യോമാക്രമണം നടത്തി. തെക്കൻ സിറിയയിൽ ഡ്രൂഡ് വിഭാഗക്കാർക്ക് എതിരെ സിറിയൻ ഭരണകൂടം നടത്തുന്ന അടിച്ചമർത്തലിന് മറുപടിയായാണ് കടന്നുകയറിയുള്ള ആക്രമണം. പ്രാദേശികമായ വെടിനിർത്തൽ തകർന്നതോടുകൂടി തെക്കൻ സിറിയയിൽ ഏറ്റുമുട്ടൽ വീണ്ടും രൂക്ഷമായിരിക്കുകയാണ്. സിറിയൻ പ്രതിരോധ മന്ത്രാലയത്തിന് സമീപം സൈനിക താവളത്തിന് നേരെയായിരുന്നു ആക്രമണം. ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിക്കടുത്ത് ഭീഷണി ഒഴിവാക്കുകയാണ് മുഖ്യ ലക്ഷ്യം. സ്വൈദ പ്രവിശ്യയിൽ വീണ്ടും ഏറ്റുമുട്ടൽ രൂക്ഷമായിരിക്കെ ഡ്രൂസ് ജനവിഭാഗത്തെ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം എന്നാണ് ഇസ്രയേലിന്റെ അറിയിപ്പ്. ബോംബ് വീണപ്പോൾ എണീറ്റോടിയ അവതാരകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ഇസ്രായേൽ പോർ വിമാനങ്ങൾ സിറിയയിൽ ബോംബിട്ടപ്പോൾ സർക്കാർ ടെലിവിഷനിലെ അവതാരക തത്സമയ സംപ്രേഷണത്തിനിടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് എഴുന്നേറ്റോടി. ഡമാസ്കസിനുള്ള മുന്നറിയിപ്പുകൾ അവസാനിച്ചുവെന്നും ഇനി വേദനകരമായ അടികൾ കിട്ടുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് പ്രസ്താവനയിൽ പറയുന്നു. സുവേദിൽ ഇസ്രായേൽ സൈന്യം ശക്തമായി ആഞ്ഞടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർച്ചയായ 3-ാം ദിവസമാണ് ഇസ്രായേൽ സിറിയയിൽ ആക്രമണം നടക്കുന്നത്. ബെദൂയിനികളും ഡ്രൂസുകളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ട്. ബാഷർ അൽ ആസദ് ഭരണകൂടത്തിന്റെ പതനത്തിനു പിന്നാലെ സമാധാന സൂചനകൾ കണ്ടു തുടങ്ങിയ സിറിയയിൽ വീണ്ടും ആഭ്യന്തര സംഘർഷത്തിന്റെ വാർത്തകളാണ് പുറത്തുവരുന്നത്. സ്വൈദ പ്രവിശ്യയിൽ സുന്നി ഗോത്ര വിഭാഗമായ ബെദൂരിനികളും മതന്യൂനപക്ഷമായ ഡ്രൂസ് എന്ന ദുറൂസികളും തമ്മിൽ 2 ദിവസമായി നടക്കുന്ന ഏറ്റുമുട്ടലിൽ 100ഓളം പേർ മരിച്ചു. 100ലേറെ പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ 75ഓളം പേർ ഡ്രൂസ് വിഭാഗക്കാരും 25ഓളം പേർ ബെദൂയിനികളുമാണ്. ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരുടെ സർക്കാർ മേഖലയിൽ സൈന്യത്തെ വിന്യസിച്ചുമായി ബന്ധപ്പെട്ട് BBC റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതേസമയം ICCന്റെ അടക്കം പിന്തുണയോടുകൂടി ക്രൂസിനെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമമാണ് സുന്നികളായ ബന്ധുക്കൾ ചെയ്യുന്നത് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. നേരത്തെയും ഇവിടെ നിരവധി ഡ്രൂസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഞായറാഴ്ച ഈ സ്വൈദയിലെ ഹൈവേയിൽ ഡ്രൂസ് പച്ചക്കറി കച്ചവടക്കാരനെ ബേദുയിൽ ഗോത്രക്കാർ തട്ടിക്കൊണ്ടുപോവുകയും കൊള്ളയടിക്കുകയും ചെയ്തതോടുകൂടിയാണ് സംഘർഷം തുടങ്ങിയത് എന്ന് ബ്രിട്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യുദ്ധ നിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറയുന്നു. ഹൈവേയിൽ ബെദ്യൂനികൾ സ്ഥാപിച്ച ചെക്ക് പോസ്റ്റിലായിരുന്നു സംഭവം. പ്രതികാര നടപടിയായി ചില ബെദൂനികളെ ഡ്രൂസുകളും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഇവരെയെല്ലാം വിട്ടയച്ചുവെങ്കിലും ഇതോടെ സംഘർഷം പ്രവിശ്യയാകെ വ്യാപിക്കുകയുണ്ടായി. ഇരു വിഭാഗങ്ങളുടെയും നേതാക്കളോട് പ്രവിശ്യ ഗവർണർ മുസ്തഫ അൽ ബക്കൂർ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു. ജനങ്ങളോട് സംയമനം പാലിക്കണമെന്നും നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ 2024 ഡിസംബറിലാണ് വിമത വിപ്ലവത്തിലൂടെ അൽഷാരയുടെ നേതൃത്വത്തിൽ സുന്നി വിഭാഗക്കാരായ ഹയാത്ത് തഹ്രീ അൽ ഷാം എന്ന സായുധ സംഘടന സിറിയയിൽ അധികാരം പിടിച്ചത്. അതിനുശേഷം പുതിയ ഭരണകൂടം തങ്ങളെ അടിച്ചമർത്തുമോ എന്ന ആശങ്കയിലാണ് ഡ്രൂസ്. ISIS, അൽ ഖ്വയ്ദ, തഹീറ അൽ ഷാം എന്നീ തീവ്രവാദ സുന്നി ഭീകര സംഘടനകളാണ് ബെദൂവിയൻ മലീഷ്യകളെ സഹായിക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിലായി തലസ്ഥാനമായ ഡമാസ്കസിലും സ്വൈദയിലും ദുറൂസി ഭൂരിപക്ഷ മേഖലയിൽ സൈന്യവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 100ലേറെ പേർ മരിച്ചിരുന്നു. അന്നത്തെ നടപടിയിൽ ബെദൂനികൾ സൈന്യത്തെ സഹായിച്ചു. മറ്റൊരു ന്യൂനപക്ഷ വിഭാഗമായ അലാവറുകളെ ലക്ഷ്യമിട്ട്, അതായത് അലവികളെ ലക്ഷ്യമിട്ട് മാർച്ചിലുണ്ടായ ആഭ്യന്തര കലാപത്തിൽ 1700 പേരും മരിച്ചിരുന്നു. അതിനിടെ ഡ്രൂസിനെ സംരക്ഷിക്കാനും ഇടപെടുന്നത് ഇസ്രായേൽ തന്നെയാണ്. ഇപ്പോൾ ആക്രമണമുണ്ടായ സ്വൈദ പ്രവിശ്യയിൽ യുദ്ധ ടാങ്കുകൾ തകർന്നത് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഡ്രൂസിനെ സംരക്ഷിക്കാനായി സിറിയയിലെ ആഭ്യന്തര സംഘർഷങ്ങളിൽ ഇടപെടുമെന്ന ഇസ്രായേൽ നേരത്തെ മുന്നറിയിപ്പും നൽകിയിരുന്നു. 1.52 ലക്ഷം, അതായത് 1.5 ലക്ഷം ഡ്രൂസുകളാണ് ഇസ്രായേലിലുള്ളത്. അതിൽ 24,000 പേർ അധിനിവേശ ഗോലാൻ കുന്നുകളിലാണ് ഉള്ളത്. അതിൽ 5% താഴെ പേർക്ക് ഇസ്രായേൽ പൗരത്വമുണ്ട്. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിലൂടെയാണ് ഇസ്രായേൽ സിറിയയിൽ നിന്ന് ഗോലാൻ കുന്നുകളിൽ പിടിച്ചെടുത്തത്. സിറിയയിൽ HDSന്റെ വിമത വിപ്ലവം ഉണ്ടായപ്പോൾ ഇവിടെ സേനാ വിന്യാസം വർദ്ധിച്ചിരുന്നു. എന്തായാലും ഇസ്രായേൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ശക്തമായ അടി തന്നെയാണ്, ആക്രമണം തന്നെയാണ് സിറിയയ്ക്ക് നേരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ വളരെ വ്യക്തമായ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.